ഇപ്പൊ നമ്മുടെ സിനിമയിലുള്ള പല നടന്മാരും അവരിപ്പോ ഏത് സ്ഥലത്താണെന്ന് പലർക്കും അറിയില്ല. ഇപ്പൊ ഞാൻ തന്നെ അറിയപ്പെടുന്ന കോട്ടനേശ്വരനാണെങ്കിലും ഞാൻ 22 കിലോമീറ്റർ അപ്പുറത്തെ കറുകച്ചാട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പക്ഷെ മണിയുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയും ചാലക്കുടി അല്ലേ മണി താമസിക്കുന്നത്. അത്രയും ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ രജിസ്റ്ററാണ് ചാലക്കുടി എന്നുള്ളത്. ഇവിടെ ഒരു എന്താ പറയാ ചാലക്കുടിക്കാരൻ രീതിയിൽ മണിയുടെ നാട്ടുകാരെങ്ങനെ ഒരു നാട്ടുകാരനായിട്ടാണ് കാണുന്നത് അതോ സിനിമക്കാരനായിട്ടാണോ കാണുന്നത്? എന്നെ നാട്ടുകാരനായിട്ടും കാണുന്നുണ്ട്, സിനിമക്കാരനായിട്ടും കാണുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഇല്ല. ഇപ്പൊ ഞാൻ നസീറപ്പ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ ക്രിസ്മസിനും പരിപാടി നടത്താറുണ്ട്. പുലിക്കൂട് കേട്ടു ഞാൻ വന്നിരിക്കുന്നതും അത് പെരുന്നാളിന് വേണ്ടിയിട്ടല്ലേ. അതെന്റെ നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്തല്ലേ വരുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടിൽ എത്രയും ആൾക്കാരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എന്റെ നാട്ടുകാരെ ആരൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റും, എന്റെ നാട്ടിൽ എന്തൊക്കെ പരിപാടികൾ എന്നെ കൊണ്ട് നടത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ നാട്ടിലെ കുറച്ച് ആൾക്കാർ ആ പരിപാടികളൊക്കെ മുടക്കാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ ഈ സംഭവം. എന്നാലും ഇത് ഒരുപാട് ആൾക്കാരല്ല, 1, 2, 3 പേര് കൂടിയിട്ട് മുടക്കുന്ന പരിപാടികളുണ്ട്. അല്ല, അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മൾ പണ്ട് നടന്ന ഒന്നുമില്ലായ്മയിൽ നടന്നിട്ട് പെട്ടെന്ന് വന്നപ്പോൾ അവർക്കും ചെറിയൊരു അസൂയ തോന്നിയിട്ടാണോന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം. നിന്റെ നാട്ടിലേക്ക് അങ്ങനെ ഉണ്ടാവും? അല്ല, അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. അറിയോ, ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ കണ്ടിരുന്നൊരു മണി അല്ലെങ്കിൽ ഇവിടെ ഇവരോടൊക്കെ നടന്ന മണി പെട്ടെന്ന് സിനിമയിലാവുന്നു, വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, അവിടെ ഓടി നടക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ. എല്ലാവരും നമ്മുടെ നാട്ടിലൊരു കലാകാരൻ വളർന്നു വരുമ്പോൾ അയാളുടെ വളർച്ചയിൽ ഞാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ വെട്ടും പാടില്ല, കുത്തും പാടില്ല, വൈരാഗ്യം പാടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു രീതിയിൽ പോകണം നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ പലതും നടക്കാറില്ല എന്നുള്ളതാണ് സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ചു പോവാം. ഞാൻ ഹിന്ദുവിൻ്റെ പരിപാടിയായാലും മുസ്ലിമിൻ്റെ പരിപാടിയായാലും ക്രിസ്ത്യൻ പരിപാടിയായാലും എനിക്ക് നടത്താൻ തരാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് നടത്തിക്കരുത്, അവനെ കൊണ്ടൊക്കെ നടത്തിക്കാൻ പാടുണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന 1, 2, 3 ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ശരിക്കും ഒരു കലാകാരനെ ഏറ്റവും കൂടുതൽ താത്തി കെട്ടുന്ന ഏറ്റവും വലിയ. പക്ഷെ നസീർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ ചാലക്കുടിയെ വിട്ടല്ലാതെ ഞാനൊന്നും അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഇപ്പൊ പാട്ടെടുത്താലും ആയാത്ത കാലത്തും ആകുന്ന കാലത്തും ചാലക്കുടിക്കാരൻ ഞാനാണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട മണിയുടെ പാട്ടിലാണ് ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ അങ്ങനെ ചാലക്കുടിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നതും അത് എപ്പോഴും പറയുന്നതും മണി തന്നെയായിരിക്കും. ഞാൻ ചാലക്കുടിയെ പുകഴ്ത്തി പറയും, ഇവരൊക്കെ എന്നെ താഴ്ത്തി പറയും. എല്ലാവരും ഉൾപ്പെടുകയില്ല. എല്ലാവരില്ല. അയ്യോ, എന്നെ വളർത്തിയത് എൻ്റെ ചാലക്കുടിയാണ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം ചാലക്കുടി. അതെനിക്ക് എവിടെ പോയാലും എൻ്റെ ചാലക്കുടി വിട്ടല്ലാണ്ട് വലിയ തെളിവാണ് മണി. കാര്യം ഞാൻ എന്താ പറയുക, പല നടന്മാരും ഇപ്പോൾ ഒന്ന് ബിസി ആയി കഴിഞ്ഞാൽ അവരെല്ലാം ഒന്നിലെ വിട്ട് ഇവിടെ നാട് വിട്ട് നേരെ മദ്രാസിന് പോവുക അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുക, അവിടെ ചേക്കാറാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ മണി ഇപ്പോഴും തീർച്ചയായും ഞാൻ ഇവിടെ തന്നെ അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ആരെന്തൊക്കെ ദ്രോഹം ചെയ്താലും എന്ത് ചെയ്താലും ഞാൻ ഇവിടുന്ന് പോവില്ല. അതിന് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ആണുങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് വെച്ചിരിക്കുക. എങ്ങനെ പോയാലും നമ്മളൊക്കെ ഇനിയിപ്പോൾ എന്ത് ബിസി ആയാലും സിനിമയിലല്ല ഇനി എവിടെ ബിസി ആയാലും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും മിമിക്രി. തീർച്ചയായിട്ടും അല്ലേ, മിമിക്രി എന്ന് പറയുന്നത് ഞാൻ പറയാം ഒരു ഗവൺമെന്റ് അംഗീകാരം കൊടുക്കേണ്ട ഒരു മേഖലയാണെന്ന് ഞാൻ പറയാം. കൊടുത്തല്ലോ നമ്മുടെ അസോസിയേഷൻ ഇപ്പൊ മറ്റേ സംഗീതകല. തീർച്ചയായിട്ടും ഇതൊരു ചുമ്മാ അല്ല നസീർ. ഞാൻ പറഞ്ഞപ്പോ നസീറിന്റെ പ്രോഗ്രാംസുകൾ ഒരുപാട് ഞാൻ കണ്ട് കിട്ടിയിട്ടുണ്ട്. മാധവൻ വരട്ടെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് ചെറുതൊന്ന് കാണിക്കാവോ? മാധവൻ വരട്ടെ, മാധവനല്ലേ, മാധവന്റെ നാട് കൊള്ളാം, കുട്ടനാട് എനിക്ക് ഇഷ്ടമാണ്, വള്ളവും വെള്ളവും പുഞ്ചപ്പാടങ്ങളും ചെമ്മൺ പാതയും ചെങ്കലും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ നാട് അതുപോലെയല്ല, ഇവിടുന്ന് പോകുന്ന ആരാകവാ നല്ലത്. ഞാൻ പണ്ട് മാമുക്കയുടെ ശബ്ദം ഞാൻ കലാഭവനിൽ കളിക്കുമ്പോൾ ഞാൻ വേറെ ശബ്ദം ഒന്നും അനുകരിക്കില്ല. പക്ഷെ എന്നാലും ഒരു നടന്റെ ശബ്ദം അനുകരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാമുക്കയുടെ സൗണ്ട് എടുത്തിട്ട് അന്ന് ഇപ്പൊ കുറെ നാളെ ബാലകൃഷ്ണ നമുക്ക് പറയാൻ പറ്റൂല, നായിന്റെ മക്കളെ ചെന്നോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയോ. ഇപ്പൊ എന്തൊക്കെയായാലും നമ്മളിപ്പോ ഒരു ഭയങ്കര അടിച്ചു പൊളിച്ച പരിപാടിയാണ്, പോണക്കല്ലേ പറഞ്ഞെന്ന് മേടിക്കണ്ട. അസ്സലാമു അലൈക്കും. ഇത് കുറെ നാളായിട്ട് ഞാൻ ഇപ്പൊ എടുക്കാറില്ല എന്നുള്ളതിന്. അല്ല, ഇതൊരു മിമിക്രിയെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സുഖമല്ലേ അല്ലേ? അല്ല, അതൊരു എന്താ അത് എങ്ങനെ തട്ടി ഇപ്പൊ എത്ര ആൾക്കാർ പറഞ്ഞാലും അതൊരു മിമിക്രിയോളം കല. അതായത് എത്രയും ആൾക്കാരുടെ ശബ്ദം നമ്മൾ ഒബ്സർവ് ചെയ്ത് കാണിക്കുകയാണത്. ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞ ഒരു പക്ഷേ സിനിമയിൽ അഭിനയത്തിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് പിടിച്ചൊരു മേഖലയാണ്